ആരിലുമേൻ മനോഭാരങ്ങളെ വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമാവാൻ എനിക്കേകിടുന്നു. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമാവാൻ എനിക്കേകിടുന്നു. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു. നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിടുന്നു. നാൾതോറും വൻകൃപയാൽ എന്നെ നടത്തിടുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് പ്രാരംഭമായി ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ പ്രവൃത്തികളെക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുമ്പോൾ അതല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ദൈവത്തെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് പ്രശ്നങ്ങൾ തുടങ്ങി. വിശ്വസ്തമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഏറ്റവും ഭാരവും കയ്പുമുള്ള അനുഭവം ഉണ്ടായിരിക്കണം എന്ന് ഈ ലോകം ദൈവജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇത് പ്രകാരമായി തീർന്നത്. ഇങ്ങനെയൊന്നുമല്ല ദൈവം ഉദ്ദേശിച്ചതും, ഇങ്ങനെയൊന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ കരുതിയതും. ഇതൊക്കെയും ഏറ്റവും ദൈവത്തിൻ്റെ ജനം വേറെ ഒന്നിലേക്കും തിരിയേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കീർത്തിച്ചും കൊണ്ട് ജീവിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം അവർക്ക് ലഭിക്കും. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം അവരിൽ നിന്ന് ലംഘനം വന്നതോടുകൂടി പിന്നെ പ്രശ്നങ്ങളായി. അന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം നിൽക്കുന്നുണ്ട്, തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് ഒരു ഫലം പറിച്ചു തരണം, എല്ലാം പറിച്ചു തരാം. എന്നാൽ പാപം വന്നതോടുകൂടി ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, അവർ ചെന്ന് ആ ഫലം പറിച്ചു തന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നൽകാൻ, അല്ലെങ്കിൽ നിത്യജീവൻ മനുഷ്യൻ പ്രാപിക്കുന്നതിന് ദൈവം എതിരായിട്ടല്ല. പിന്നെ പാപമോചനമില്ല. പാപി, അതായത് പാപം വെച്ചുകൊണ്ട് പാപം നീക്കാതെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ പിന്നെ അവന് പാപമോചനം ഇല്ല. മുടന്തൻ ഒരിക്കലും പിന്നെ മുടന്ത് മാറില്ല. കോപമുള്ളവൻ ഒരിക്കലും കോപം മാറുകയില്ല. രോഗി ഒരിക്കലും രോഗം മാറുകയില്ല. ഇങ്ങനെ ദോഷമുള്ളവൻ, പാപിയായ ഒരു മനുഷ്യൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ പാടില്ല. ദൈവം ആഗ്രഹിച്ചത് അവരുടെ പാപം മോചിക്കണം. അതിനുശേഷം വേണം അവർക്കിത് കൊടുക്കാൻ. ഇത് കൊടുക്കരുതെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെയോ അവര് പാപം മോചിച്ചതിന് ശേഷം, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ശേഷം അവർ ആ വൃക്ഷഫലം തിന്നുകയാണെങ്കിൽ പാപമില്ലാത്തവരായി ആദ്യത്തെ പോലെ തേജസ്സിൽ നിറഞ്ഞവരായി എന്നേക്കും ജീവിച്ചിരിക്കും. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ദൈവം അവരെ ഇറക്കിക്കളഞ്ഞ് ആ വൃക്ഷഫലം തിന്നാതിരിക്കാൻ ദൈവം കാവൽ നിർത്തി. ഇനി ആ വൃക്ഷഫലം തിന്നണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? ഇനി ആ വൃക്ഷഫലം തിന്നണമെങ്കിൽ ഈ ലോകത്തിൽ പാപം മുഴുവൻ വെളിപ്പെടണം. അതായത് മനുഷ്യവംശത്തിൽ പാപം മുഴുവൻ വെളിപ്പെടണം. ശത്രുവിൻ്റെ പാപം, ശത്രുവിൻ്റെ പ്രവൃത്തി, ഇത് മുഴുവൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മുഴുവൻ പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടണം. ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടാൽ അതനുസരിക്കാൻ ഒരുവൻ വേണം. ആ അനുസരണത്തിൽ കൂടി അവൻ മനുഷ്യവംശത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചാൽ അവനിലുള്ള വിശ്വാസത്താൽ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നും.
വ്യവസ്ഥയാണ്. ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം അവരെ ആ തോട്ടത്തിൽ നിന്ന് ഇറക്കി കളഞ്ഞു, വൃക്ഷഫലം തിന്നാതിരിപ്പാൻ കാത്തു. തുടർന്ന് മനുഷ്യൻ കഷ്ടതയും ആരംഭിച്ചു, പ്രശ്നങ്ങൾ ആരംഭിച്ചു, പാപം ഓരോന്നോരോന്നായി വെളിപ്പെട്ടു. അടുത്ത തലമുറയിൽ വന്നപ്പോഴേക്കും സഹോദര വിദ്വേഷം വെളിപ്പെട്ടു. ഒരു സഹോദരനെ കൊന്നു. തുടർന്ന് വീണ്ടും പാപം വെളിപ്പെട്ടു. ഭൂമി മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ അതിനെ മുഴുവനും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. നോഹയെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചു. വീണ്ടും ഭൂമിയിൽ പാപം നിറഞ്ഞു. കഷ്ടപ്പാടും വേദനയും ഞരക്കങ്ങളും ഇന്ന് കാണുന്ന ഈ അനർത്ഥങ്ങൾ മുഴുവനുമായി ഈ ഭൂമി നിറഞ്ഞു. കാലാവസാനത്തിൽ ഇതാ പാപം മുഴുവൻ വെളിപ്പെട്ടു. ആദാമിലും ഹവ്വയിലും കടന്ന ശത്രുവിന്റെ പാപം മുഴുവനും വെളിപ്പെട്ടതോടുകൂടി കർത്താവായ യേശുക്രിസ്തു വരെയുള്ള വെളിപ്പെട്ട പാപം മുഴുവനും അതിന് എതിരായിട്ടുള്ള വചനവും ദൈവം വെളിപ്പെടുത്തി. അങ്ങനെ പഴയ നിയമം പൂർത്തിയായി. ആ സമയമാണ് കാലാവസാനം എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാലാവസാനമായതോടുകൂടി കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നു ഈ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. അങ്ങനെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു, പാപങ്ങളുടെ പരിഹാരം നടത്തി. ഇന്ന് ദൈവസഭയെ സ്ഥാപിച്ച് അതിലേക്ക് ദൈവജനത്തെ കൂട്ടിവരുത്തി ഇതാ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ പാപമോചനവും വിശുദ്ധ ജീവിതവും നയിച്ച് അതിനെ പ്രാപിപ്പാൻ അവസരം ലഭിച്ചിരിക്കുന്നവരാണ് സഭ. ഇതാണ് അതിന്റെ ചരിത്രം. ആ സഭയിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്നതിന് മുന്നോടിയായി എന്നെ തിന്നുന്നതിന് എന്മൂലം ജീവിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ തിരുമേശയിൽ കൂടി ആ ജീവന്റെ ഫലം അനുഭവിക്കുകയും അങ്ങനെ വിശദീകരണത്തിൽ തികഞ്ഞ് നാളെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഇതാ ജീവവൃക്ഷത്തിന്റെ ഫലം തന്നെ, ഒറിജിനൽ ജീവവൃക്ഷത്തിന്റെ ഫലം തന്നെ നമ്മൾ സ്വർഗത്തിൽ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ അവർ ആ ഫലം തിന്നും. വല്ല കാര്യമുണ്ടോ? കൈ നീട്ടി പറിച്ചു തിന്നാവുന്ന കാര്യം എവിടെ എത്തി? ഈ കാണുന്ന സകല ലോകത്തിലുള്ള സംഭവങ്ങൾ മുഴുവനും കഴിഞ്ഞതിന് ശേഷം ഇനിയും നമുക്ക് രൂപാന്തരം വന്നതിന് ശേഷം കർത്താവിനോട് ചെന്ന് ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പറ്റും. കാലങ്ങൾ എത്ര കഴിഞ്ഞു, കഷ്ടപ്പാട് എത്ര കഴിഞ്ഞു, എത്ര പേര് നശിച്ചു, എത്ര പേര് വേദനപ്പെട്ടു, എത്ര പേര് എന്തെല്ലാം പ്രവൃത്തികൾ കഴിഞ്ഞു. അപ്പോൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പറയുന്നത് അനുസരിച്ചാൽ, പറയുന്നത് വിശ്വസിച്ചാൽ നിശ്ചയം ഏറ്റവും ലളിതമാണ് ദൈവഭക്തി. അനുസരണക്കേട് വന്നാൽ മറ്റെല്ലാറ്റിനേക്കാളും ദുരിതമാണ് ദൈവഭക്തി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. കാരണം ഞാൻ വചനത്തിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും ലളിതമാണ് ദൈവഭക്തി. ഇന്ന് ഞാൻ അതിനുവേണ്ടി ഓരോ ദിവസവും ഞാൻ രാവും പകലും അനുഭവിക്കുന്ന വേദന എത്രയാണ്. എന്ത് കാര്യം? അനുസരണക്കേട്. ഇനി ആദാം ചെയ്തത് മാത്രമാണ് അനുസരണക്കേട്. എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന അനുസരണക്കേട് എത്രയാണ്? അപ്പം മുഴുവനും ഈ ദുരിതത്തിന് മുഴുവനും കാരണം അനുസരണക്കേട്. അത് നമുക്ക് സമ്മതിക്കാം. അപ്പം ലളിതമായതിനെ കഠിനമാക്കിയത് ഞാൻ തന്നെയാണ്. ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ഇന്ന് കാര്യങ്ങൾക്ക് മാറ്റമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.